നേരത്തെ ജമാൽ 10 പേരെ തിരിച്ചറിഞ്ഞ വിവരം പറഞ്ഞിരുന്നു. ഇന്നലെ വരെ അല്ലെങ്കിൽ രാവിലെ വരെ നമ്മുടെ മുമ്പിൽ 9 പേരെ തിരിച്ചറിഞ്ഞ വിവരമാണ്. 10ാമതായി തിരിച്ചറിഞ്ഞത് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മനെയാണ്. അതുപോലെ തന്നെ 11ാമതായി കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ മരിച്ചതായി സ്ഥിരീകരിച്ചു. അങ്ങനെ ആകെ തിരിച്ചറിഞ്ഞത് 11 മലയാളികളെയാണ്. ജില്ല തിരിച്ചാൽ ആ കണക്ക് കൂടി, അത്തരം വിവരങ്ങൾ കൂടി ഒന്ന് ജമാൽ, പുതിയതായി വരുന്നത് ഒന്നുകൂടി പ്രേക്ഷകർക്കായി. ശരത്ത്, ഇതുവരെ നമ്മുടെ അറിവിൽ 11 മലയാളികളാണ് മരിച്ചിട്ടുള്ളത്. ഈ 11 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരുടെയും പ്രാർത്ഥന, ഇനിയുള്ള ആളുകളിൽ മലയാളികളുടെ മാത്രം ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി മലയാളികൾ ഈ അപകടത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ്. ജില്ല തിരിച്ചു പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 4 പേർ, അതുപോലെ കൊല്ലം ജില്ലയിൽ നിന്ന് 3 പേർ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് 2 പേർ, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഓരോ ആള് വീതം എന്നിങ്ങനെയാണ് മരിച്ചിട്ടുള്ളത്. 11ാമതായി നമുക്ക് ലഭിച്ച പേര് വിവരം കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണനാണ് മരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ ഉടമയെ അതുപോലെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് വ്യക്തമാക്കിയ ഒരു കാര്യം, കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ്. അതായത് ഈ കെട്ടിടത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്നലെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് വ്യക്തമാക്കിയത്. ഇന്നലെ തന്നെ അധികൃതർ ഈ കെട്ടിട ഉടമയെയും കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയിരുന്നു. ഇവിടെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നതും മലയാളിക്കാണ്. KG എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള മംഗഫ് ബ്ലോക്ക് 4-ൽ പ്രവർത്തിക്കുന്ന NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന ഇടമായിരുന്നു എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ജമാൽ സൂചിപ്പിച്ചതുപോലെ സംഭവസ്ഥലം സന്ദർശിച്ച കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അസബാസ് പറഞ്ഞത് ഇതിലുള്ള നടപടികൾ ഈ കമ്പനിക്കെതിരെ വലിയ വിമർശനമാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നേരത്തെ ജമാലും സൂചിപ്പിച്ചു, മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. ഈ പാചകം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, അവിടെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ 6 നില കെട്ടിടത്തിൽ വൻ തീപിടുത്തമുണ്ടായത്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള പല വിവരങ്ങളും വരുന്നു. മരിച്ചത് ഏതാണ്ട് 20-നും 50-നും ഇടയിൽ പ്രായമായ ആളുകളാണ് എന്ന് വരുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ജീവനക്കാരനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയും മാത്രമാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ കമ്പനി ഉടമയും മറ്റും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കെട്ടിട ഉടമ, പരിപാലന ചുമതലയുള്ള ആളെയുമൊക്കെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് വാർത്തകളിലൊക്കെ ഉണ്ടല്ലോ. ശരത്ത്, അതിലൊരു ചെറിയ തിരുത്തുണ്ട്. കാരണം ഈ നിൽക്കുന്നത് അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉടമ സ്വദേശി പൗരനാണ്. ഈ കമ്പനിയുടെ ഉടമയാണ് KG എബ്രഹാം. കെട്ടിടത്തിന്റെ ഉടമ സ്വദേശി പൗരനാണ്. ആ സ്വദേശി പൗരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇതിലെ കാവൽക്കാരനെയും. മറ്റൊന്ന്, ഇന്നലെ തന്നെ ഈ സംഭവസ്ഥലം സന്ദർശിച്ച കുവൈത്ത് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് പറഞ്ഞ ഒരു കാര്യം, കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് വഴി തെളിയിച്ചത്. കാരണം ഈ കെട്ടിടത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഈ കെട്ടിടത്തിൽ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ താമസിച്ചിരുന്നു. 6 നിലയുള്ള ഒരു കെട്ടിടമാണ്. ഇതിൽ 195 പേരാണ് താമസിച്ചിരുന്നത്. ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് 19 പേർ ഡ്യൂട്ടിയിലായിരുന്നു. 176 പേരാണ് ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നത്. ഏതായാലും 195 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഈ സ്ഥലം സന്ദർശിച്ച അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഇപ്പോൾ ഈ കമ്പനി ഇതേക്കുറിച്ച് ഈ വൻ ദുരന്തത്തിന് ശേഷം ഈ കമ്പനിയുടെ ജീവനക്കാരാണല്ലോ അവിടെ താമസിക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ചുമതലയുള്ള ഉടമസ്ഥതയുള്ള സ്വദേശിയെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു ഇത് രണ്ടായി തന്നെ കാണേണ്ടത് കൂടിയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ കമ്പനി ഉടമയെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുണ്ടോ? വാർത്തകളിൽ അങ്ങനെയും കാണുന്നുണ്ടല്ലോ. കമ്പനി ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ ഉത്തരവായിട്ടില്ല. എങ്കിൽ പോലും കമ്പനി ഉടമക്കെതിരെ ഏതായാലും ശക്തമായ അല്ലെങ്കിൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന് വ്യക്തമാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കമ്പനി ഉടമയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് വഴി തെളിയിക്കുന്ന സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, കമ്പനി അധികൃതർ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അപകടത്തെ സംബന്ധിച്ച വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. പ്രധാനമായും ഇന്നലെ കമ്പനി അധികൃതർ നൽകിയത്, ഈ NBTC കമ്പനി അധികൃതർ നൽകിയത് 21 പേരുടെ ഒരു ലിസ്റ്റ് മാത്രമാണ്. ഈ ലിസ്റ്റ് കാണാതായവരുടെ അല്ലെങ്കിൽ മിസ്സിംഗ് ആയ ആളുകളുടെ വിവരമാണ്. ഇപ്പോൾ നമ്മൾ
നോക്കുമ്പോൾ ഈ കാണാതായ ഈ ലിസ്റ്റിലുള്ള ആളുകളാണ് കൂടുതലും മരിച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും 49 പേർ മരിച്ചു. 40-ലേറെ ഇന്ത്യക്കാർ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുള്ളത്. ഏതാണ്ട് 50ഓളം പേർ ഇപ്പോൾ ചികിത്സയിലുമുണ്ട്. ചികിത്സയിലുള്ള ചില ആളുകളുടെ 7ഓളം പേരുടെ നില ഗുരുതരമാണ്. 11 മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 11 മലയാളികളാണ് ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതുവരെ ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച മലയാളികളെ മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി കൂടുതൽ പേരുകൾ വരാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് പൊതുവിൽ എല്ലാവർക്കും ഉള്ളത്. റൈറ്റ്, ജമാൽ സൂചിപ്പിച്ചതുപോലെ ഇനിയും കൂടുതൽ ആളുകളുടെ ജീവൻ പൊലിയാതിരിക്കട്ടെ, നഷ്ടപ്പെടാതിരിക്കട്ടെ, അതിൽ തന്നെയും മലയാളികൾ ഉണ്ടാവാതിരിക്കട്ടെ, കൂടുതൽ ഇന്ത്യക്കാരുണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ വലിയ തോതിൽ ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ തന്നെ 11 മലയാളികൾ മരണപ്പെട്ടിരിക്കുന്നു. അവരെ തിരിച്ചറിയുന്നു. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നടപടികൾ, ഇതെല്ലാം അവിടെ നിന്ന് വരുന്ന വിവരങ്ങളാണ്. അവിടെ നിന്ന് തത്സമയം ഇന്നലെ ഈ അപകടം അറിഞ്ഞ, ഈ വൻ ദുരന്തമറിഞ്ഞ ഘട്ടം മുതൽ തന്നെ ജമാലിൻ്റെ നേതൃത്വത്തിലാണ് കൈരളി വാർത്തയ്ക്ക് വേണ്ടി ഈ വിവരങ്ങളാകെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന് ഈ നേരിട്ട സ്ഥലങ്ങളിൽ എത്തി ഇവരുമായി സംസാരിക്കുന്നു, അടുത്ത ബന്ധുക്കളുമായി സംസാരിക്കുന്നു. അവർക്ക് ഈ അപകടത്തെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച്, ഈ വിവരം കിട്ടിയതിനെക്കുറിച്ച്, ഓരോ വീടിൻ്റെയും അവസ്ഥ, ഇതെല്ലാം തീർച്ചയായും വല്ലാത്തൊരാഘാതത്തിൽ അവരൊക്കെ കഴിയുന്നതിനിടയിൽ സാധ്യമാകുന്ന വിധത്തിൽ തന്നെ നമ്മളത് കൂടുതലായി അറിയാനും അവർക്കൊപ്പം നിൽക്കാനും ആ വിവരം നമ്മൾ പ്രേക്ഷകരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കാനും ഒക്കെയുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.